ഹായ് കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു മെഴുക്ക് പുരട്ടിയാണിത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വെണ്ടയ്ക്കയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു 12 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഉള്ളായിരുന്നു കേട്ടോ, ബാക്കിയെല്ലാം തീർന്നു. അപ്പോൾ ഈ 12 വെണ്ടയ്ക്കായും എടുത്ത് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ അതിങ്ങനെ വേഗത്തില്ല. എളുപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് പിന്നെ വേഗത്തില്ല. ഇല്ലെങ്കിൽ അഥവാ ഇത് രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളി അങ്ങ് എളുപ്പം അങ്ങ് ബ്രൗൺ കളറാവും. വെണ്ടയ്ക്കയ്ക്ക് ഇച്ചിരി സമയം എടുക്കത്തില്ല വേവാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാമതായിട്ടേ വെണ്ടയ്ക്ക എടുത്തുള്ളൂ കേട്ടോ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഞാൻ ആദ്യ സമയത്തൊക്കെ ഒരുമിച്ച് രണ്ടും കൂടി ഇട്ടങ്ങ് അടച്ച് വയ്ക്കുമായിരുന്നു. പക്ഷേ പിന്നെ ഞാനിത് രണ്ടായിട്ടിട്ട് നോക്കി. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഈ രീതി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആരും കഴിക്കാത്ത ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്കോട്ട് ഇഷ്ടമേ അല്ല. എങ്കിലും ഞാൻ ഇതിങ്ങനെ വയ്ക്കുന്ന കാരണം ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഇത് വെക്കണം കേട്ടോ. ഇത് നല്ലതാണ്. നമ്മൾ വിചാരിക്കും പിന്നെ ഇത് ടേസ്റ്റ് ഇല്ലാന്ന്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. നല്ലതാണ്. നമ്മൾ ചപ്പാത്തിയോടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സബ്ജിയായിട്ടേ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാമേ ഇതിങ്ങനെ വെക്കുന്നതിനെ കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് പിന്നെ അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ ഞാൻ ഈ വെണ്ടയ്ക്ക എടുത്തുള്ളൂ കേട്ടോ. അതാകുമ്പോൾ നല്ല എളുപ്പം അങ്ങ് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതിന് ശേഷം വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചു. ഈ പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടാണ് ഞാൻ അടച്ച് വെക്കുന്നത്. വേറെ പാത്രം എൻ്റെ ഇല്ലായിരുന്നു അടയ്ക്കാൻ കേട്ടോ. അത് വെച്ച് ഞാൻ അടച്ച് വെച്ചു. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ അതിനകത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് അടച്ച് വെച്ച് വെന്തല്ലേ. വെന്ത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ. ചിലർക്കാണെങ്കിൽ നന്നായിട്ട് അങ്ങ് കറുത്ത കളർ വരണം, നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന ചിലർക്ക് ഇഷ്ടം. എനിക്ക് അത്ര മൊരിഞ്ഞത് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ നോക്കുന്നു. ഓരോരുത്തർക്ക് ഓരോ പാകം അനുസരിച്ച് ഇങ്ങനെ ഇളക്കുക കേട്ടോ. അപ്പം വെന്തതിന് ശേഷം നല്ലോണം ബ്രൗൺ കളർ ആയിട്ടാണ് ഇഷ്ടമുള്ള ആൾക്കാരെങ്കിൽ കുറച്ചുകൂടെ നേരം മൂടി വെച്ചിട്ട് ഒന്ന് ബ്രൗൺ ആവുന്നതിന് വരെ ഒന്ന് നോക്കുക. അതിന് ശേഷം നമ്മളത് അതിലേക്ക് ഇങ്ങനെ അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ, അത് അതിനകത്തിലോട്ട് ഇടുക. ആ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ 2 പച്ചമുളക് കൂടി, ഞാനത് മറന്നുപോയി കേട്ടോ ആദ്യം പറയാൻ. അപ്പോൾ ആ 2 പച്ചമുളക് കൂടി അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഇത് ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് വേഗുന്നതിന് വരെ ഒന്നുകൂടെ ഒന്ന് വയ്ക്കണേ. അത് അടച്ച് വെച്ചിട്ട് എന്നിട്ട് പച്ചമുളക് ഇടാൻ മറക്കല്ലേ. പച്ചമുളക് ഇട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ അതാ കണ്ടോ, ഇളക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലോട്ട് വെക്കുക. കണ്ടോ, എനിക്ക് അധികം ഞാൻ മൊരിച്ചിട്ടില്ല, കണ്ടില്ലേ. ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടെ മൊരിക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി മൊരിച്ചെടുത്തുകൊള്ളുക. അപ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി.